എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സൺഡേ ആണ്. ഏതാണ്ട് എല്ലാവരും റെസ്റ്റ് എടുത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി തിരക്കുകൾ ഉള്ളവരായിരുന്നിരിക്കാം. എങ്കിൽ തന്നെയും നാളെ രാവിലെ എല്ലാവരും ജോലിക്ക് പോകേണ്ടതാണ്. കുട്ടികൾ സ്കൂളിലും പോകുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു തിങ്കളാഴ്ചത്തേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ നാം ഇന്നേ ചെയ്തിരിക്കണം. അതായത് ഉറക്കത്തിന് മുമ്പ് തന്നെ നാം ചെയ്യേണ്ട പ്രധാന കാരണം ഒരു കുഞ്ഞു ഡയറി അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ ഇതിലെടുത്ത് നാളത്തെ അസൈൻമെൻ്റ് എന്താണ്, നാളെ എന്ത് ചെയ്യണം, ആരെ വിളിക്കണം, എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളത്, പ്രധാനമായി ചെയ്യേണ്ട അതിനൊന്നൊരു ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്യുക. അതിനെ പ്രയോറിറ്റി വൈസ് 1, 2, 3 എന്ന് പറഞ്ഞ് ആടിക്ക് കൊടുക്കുക. ഏറ്റവും പ്രധാനമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. മറ്റുള്ള കാര്യങ്ങൾ അതനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുക. കാരണം ഇതില്ലെങ്കിൽ നമ്മളിന്ന് തിരക്ക് പിടിച്ചിരിക്കാം, ഇല്ലെങ്കിലും ഇന്ന് എവിടെയെങ്കിലും വല്ല ഫങ്ഷൻ എന്തെങ്കിലും പോയി ഒത്തിരി ക്ഷീണിച്ചിരിക്കാം, ഇങ്ങനെ ഒത്തിരി യാത്ര ചെയ്തിരിക്കാം. അപ്പോൾ നാളെ തിങ്കളാഴ്ചയാണ്, രാവിലെ ജോലിക്ക് പോകണം, അങ്ങനെ പലതും ചെയ്തു തീർക്കാനുണ്ടെന്ന് പലരും മനസ്സിൽ വിചാരിക്കും. അത് എങ്ങനെ തുടങ്ങണം, ആദ്യം എന്ത് ചെയ്യണം, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഒരു ചിലരിൽ ഉണ്ട്. എന്നാൽ എല്ലാ ആൾക്കാരും നമ്മിൽ കാണുന്ന പലരും അവരുടെ ഓരോ ഡേ ടു ഡേ പ്രോഗ്രാംസ്, തിങ്സ് ടു ഡു ടുഡേ എന്ന ഒരു നോട്ട്സ് അവർ എപ്പോഴും അവരുടെ പോക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവില്ല. ഇതൊന്ന് എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, ആരെ വിളിക്കണം, എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഇതില്ലാതെ വരുമ്പോൾ ടോട്ടൽ നമ്മൾ കൺഫ്യൂഷനാകും. ഒരാളെ വിളിക്കുമ്പോൾ അടുത്ത ആളെ വിളിക്കും. അപ്പോൾ അത് ഇല്ലാതാകാനും അത് ഒരിക്കലും അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെയുള്ള ഒരു കുറിപ്പ് കുറിച്ച് അതിന് അനുസരണമായ രീതിയിൽ നാം ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയവും ലാഭം കിട്ടും. ഇത് ചെയ്യാത്തവർ ഇന്നു മുതൽ അതിനൊരു തുടക്കം കുറിക്കുക. ഇത് നല്ലൊരു പ്രാക്ടീസാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടും. ഇനി ഓഫീസ് കഴിഞ്ഞാലോ പണികൾ കഴിഞ്ഞാലോ തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടോ അതും കൂടെ ഓർത്ത് വെച്ചാൽ ഓൺ ദ വേ അതും വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഇവിടെ കിച്ചണിൽ കയറി ഇതെല്ലാം നോക്കി ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സ്പൈസസ് ആയിട്ട് ഒന്നിലും മുളക് പൊടിയില്ല, മല്ലിപ്പൊടി എന്തെങ്കിലും ഒന്ന് വിട്ടുപോകും, ചിലപ്പോൾ തേയില, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം. ഹ്യൂമൻ ബീയിങ് നമ്മൾ ഈ തിരക്ക് പിടിച്ചതാണല്ലോ. ആ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ സാരമില്ലാതിരിക്കണം. അയ്യോ, കിച്ചണിൽ കയറി ആ പാചകം തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഇല്ലാതായി പോണത്, അപ്പോൾ ആകെപ്പെടുന്നത് കഷ്ടമായിപ്പോയി, പറ്റിയില്ല. ഇങ്ങനെ പല ആൾക്കാർക്കും കിച്ചണിൽ എൻട്രി ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് അവസാനം ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കേണ്ട ഒരു അവസ്ഥ വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റി ചെറിയൊരു കുഞ്ഞു കുറിപ്പിലൂടെ. സോ എല്ലാ സുഹൃത്തുക്കളും ഇങ്ങനെയുള്ളൊരു പ്രാക്ടീസ് ചെയ്യുക. അത് വളരെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സമയം സേവ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ജോലികൾ തടസ്സമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഉള്ളൊരു ചെറിയൊരു സൂത്രപ്പണിയാണ്. ഇത് എല്ലാ ആൾക്കാരും സാധാരണ ചെയ്യുകയാണ്. എല്ലാം നമ്മളിങ്ങനെ ഓർത്തു വയ്ക്കാൻ പറ്റില്ല. കാരണം നാളെ രാവിലെ ഉണരുമ്പോൾ അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് നമ്മൾ പെട്ടുപോകും. അപ്രതീക്ഷിതമാണ് ജീവിതം എന്ന് പറയുന്നതിന് ഒരു അപ്രതീക്ഷിതമാണ്. സംഭവിക്കുന്നത് എന്താണെന്ന് ഈശ്വരൻ ഒരിക്കലും നമ്മൾ പറയാറില്ല. അതാണ് ഈശ്വരൻ്റെ ഏറ്റവും വലിയ ടെക്നിക്സ്. പക്ഷെ അതനുസരിച്ച് നാം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഹാപ്പിയാകും, ഈശ്വരനും ഹാപ്പിയാകും. സോ എന്തിനേയും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. എന്തും നമ്മൾ പ്രതീക്ഷിച്ചായിരിക്കണം നമ്മൾ കഴിയേണ്ടത്. അങ്ങനെയുള്ള പ്രതീക്ഷയിൽ കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്തും സംഭവിക്കാമെന്നുള്ള രീതി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷോക്കുണ്ടാക്കുന്ന എന്ത് തന്നെ ഉണ്ടായാൽ തന്നെയും നമ്മളെ അത്ര അധികം എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒരാൾക്കൊരു ആക്സിഡൻ്റ് ആയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ഒരാൾ സഡനായിട്ട് ഹോസ്പിറ്റലായി പോകുന്നു, പലതും വരും. ഇത് നാച്ചുറൽ, അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. അത് നമ്മൾ അത്ര അതിശയിക്കേണ്ട കാര്യം, അതിൽ നമ്മൾ പാനിക്കാകുകയും ചെയ്യരുത്. സോ എല്ലാ സുഹൃത്തുക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് മുതൽ ഒരു കുഞ്ഞ് ഡയറിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പേപ്പറിലോ ചെറിയൊരു കുറിപ്പും
നിങ്ങൾക്ക് നാളെ ചെയ്യേണ്ടത് അത് മറ്റന്നാൾ ഈ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അസൈൻമെൻറ്റുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ദിവസത്തെ എതിരേക്കുക. അതിലൂടെ നമുക്ക് കുറച്ച് സ്വസ്ഥത കിട്ടും. ഈ പ്രാക്ടീസ് എല്ലാവരും കാണണം. ആൻഡ് എല്ലാവരും വിശ്വസിക്കുന്നു ഈ സൺഡേ ഒരുവിധം വലിയ ടെൻഷനില്ലാതെയൊക്കെ നല്ല എന്തെങ്കിലും കുട്ടികളും കുടുംബവുമായൊക്കെ സമാധാനമായിട്ടും സന്തോഷമായിട്ട് ഒരു വീക്കെൻഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു ചാരിതാർത്ഥത എല്ലാവരിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലതുമായിട്ട് നല്ലൊരു പുതിയ വീക്കെൻഡ് തുടക്കം നന്നായിരിക്കട്ടെ എന്നുള്ള ആശംസയിൽ ഈ വീഡിയോ സമാപിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ ജി.കെ. തുമ്പക്കാരൻ. താങ്ക് യു.